രാജഗോപാലേ, അമേരിക്ക വെളിച്ചത്തിൻ്റെ രാജ്യമായ അമേരിക്ക 24 മണിക്കൂറും വെളിച്ചത്തിൻ്റെ പ്രളയം, കൃത്രിമ വെളിച്ചത്തിൻ്റെ പ്രളയമുള്ള അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇരുട്ടിലേക്ക് പോവുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് കേൾക്കുന്നു. എത്രമാത്രം അത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ കാനഡയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇരുട്ട്. കാരണം അമേരിക്കയിലേക്ക് ഉള്ള യുറേനിയം അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കാനഡ സമ്പൂർണ്ണമായി നിർത്തിവെച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവിനെ ഏപ്രിൽ 28 കാനഡ പ്രധാനമന്ത്രി ഡേവിഡ് കാർണി ഒപ്പുവെച്ചു. ഇത് കഴിഞ്ഞ ഒരു 2.5-3 മാസമായി എന്ന് പറയേണ്ട, ഡേവിഡ് കാർണി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയും കാനഡയും തമ്മിൽ നടന്നു വരുന്ന വ്യാപാര ശീതയുദ്ധത്തിൻ്റെ അനന്തരഫലമാണ്. അതിൻ്റെ ക്ലൈമാക്സാണ് ഇത്. ഏതാണ്ട് ഈ യുറേനിയം അമേരിക്കയിലുള്ള 23 സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന 97 ആണവോർജ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നത് കാനഡയിൽ നിന്നുള്ള ഊർജം കൊണ്ടാണ്, കാനഡയിൽ നിന്നുള്ള യുറേനിയം സപ്ലൈ കൊണ്ടാണ്. ഇതാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് കാനഡ നിർത്തിവച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്തെന്ന് പറഞ്ഞാൽ 1-2 ആഴ്ചകൾ കൂടെ പ്രവർത്തിക്കാനുള്ള ഇന്ധനമല്ലാതെ അമേരിക്കയ്ക്ക് വേറെ സോഴ്സസ് ഒന്നുമില്ല കിട്ടാൻ. ഇത് കാലാകാലങ്ങളായി അമേരിക്കയുടെ അവകാശം പോലെ അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് വേറെ ആവശ്യമില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞ് ഒരുപാട് അവർക്ക് സർപ്ലസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാക്കാർണി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും അറിയാം, ഭയങ്കരമായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഇത് വന്നതോടുകൂടി ഉൽപാദനം ഏതാണ്ട് 25%, അതായത് വൈദ്യുതി ഉൽപാദനത്തിൻ്റെ മൊത്തം ഉൽപാദനത്തിൻ്റെ 25% കുറയും. ഇത് അമേരിക്കൻ ജനതയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇനിയിപ്പോൾ അടുത്ത് ശീതകാലം വരാൻ പോവാണ്. അപ്പോൾ ഇത് തുടർന്നാൽ അവർക്ക് പിടിച്ചു വയ്ക്കാനൊക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ അമേരിക്കയ്ക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് വന്ന ഉടനെ കുറേ നികുതി കൊടുത്തല്ലോ, താരിഫ്. ഇതുപോലെ കാനഡയ്ക്കും ദുർവഹമായ താരിഫ് അടിച്ചു കൊടുത്തു. അത് തരാൻ പറ്റില്ല എന്ന് കാനഡ അപ്പം തന്നെ, അതായത് കാർണി അപ്പം തന്നെ പറഞ്ഞു. ഇത് താരിഫ് മാത്രമല്ലല്ലോ, കാനഡ ഞങ്ങളുടെ നമ്മുടെ വേറൊരു സംസ്ഥാനമായിക്കോളാം. അത്രയ്ക്ക് നികൃഷ്ടമായിട്ടാണ് ഇയാൾ കണ്ടതും പെരുമാറിയത്. ഈ മറ്റേ ഗ്രീൻലാൻഡ്, ന്യൂസിലാൻഡ്, എല്ലാവരോടും പൊതുവെ അയൽ രാജ്യങ്ങളോടെല്ലാം, മെക്സിക്കോ, എല്ലാവരോടും മോശമായ ഒരു സമീപനമാണ് അമേരിക്കയാണ് എല്ലാം, ബാക്കി എല്ലാവരും സാമന്തന്മാരെന്നുള്ള മട്ടിലായിരുന്നു. പക്ഷെ ഇതിന് കാർണി വളരെ ശക്തമായ മറുപടി കൊടുത്തു. അപ്പോഴത്തേക്കും ട്രംപ് അൾട്ടിമേറ്റം കൊടുത്തു. 1 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ താരിഫ് വ്യവസ്ഥകൾ മുഴുവൻ അംഗീകരിച്ച് കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങളെ മറ്റേ ചെയ്യും മറിച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള സാധാരണ ഭീഷണി പോലെ ഭീഷണിപ്പെടുത്തി. ഈ അൾട്ടിമേറ്റം വന്ന് 15 ദിവസത്തിനുള്ളിൽ കാർണി തിരിച്ച് ഒരു 15 ഡേയ്സ് അൾട്ടിമേറ്റം കൊടുത്തു. അതായത് താരിഫ് നിരക്ക് മുമ്പ് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ആക്കണം, കാലാകാലങ്ങളിൽ പരിഷ്കരിക്കണം. ഈക്വൽ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തല്ലാതെ ഒരു കരാറും ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു 4-5 വ്യവസ്ഥകൾ കൂടെ പറഞ്ഞ് അയാളൊരെണ്ണം കൊടുത്തു. ട്രംപിനൊക്കെ ഭയങ്കര ദേഷ്യമായി, ഭയങ്കര കോപമായി. ഒന്നും അയാൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒന്നും നടക്കാത്തതുകൊണ്ട് ട്രംപ് ഈ കാനഡയുടെ അമേരിക്കനിലുള്ള ബാങ്കുകളുടെ, അതായത് കനേഡിയൻ ബാങ്കുകളുടെ എല്ലാം ആസ്തി മരവിപ്പിച്ചു. അതേ നാണയത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഒറിജിൻ അല്ലല്ല, അമേരിക്കയിലുള്ള കനേഡിയൻ ബാങ്കുകൾ തിരിച്ച് പിന്നെ കനേഡിയൻ ഒറിജിൻ, അമേരിക്കൻ ബാങ്ക്സ് ഓഫ് കനേഡിയൻ ഒറിജിൻ എല്ലാത്തിന്റെ ആസ്തി മരവിപ്പിച്ചു. അവർക്ക് ഒരിടപാടും നടത്താൻ പറ്റാതെ അതേ നാണയത്തിൽ കാർണി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചടിച്ചു. എല്ലാ അമേരിക്കൻ ബാങ്കുകളെയും ആസ്തി അയാൾ മരവിപ്പിച്ചു. അങ്ങനെ ഇതൊരു വാറിന്റെ പ്രതീതി ജനിക്കുന്ന രീതിയിൽ കാര്യങ്ങളങ്ങ് മാറി. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ്
ഈ ട്രംപ് വീണ്ടും ഒരു 3 ഡേയ്സോ 4 ഡേയ്സോ അൾട്ടിമേറ്റം പറഞ്ഞ് 1 വീക്ക് അൾട്ടിമേറ്റം പറഞ്ഞു. പക്ഷെ അതിനൊന്നും നോക്കി നിൽക്കാതെ ഇയാളുടെ ഓർഡർ കിട്ടിയപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാൾ അമേരിക്കയിൽ നിന്നുള്ള കാനഡയിൽ നിന്നുള്ള അമേരിക്കയ്ക്കുള്ള എല്ലാ കയറ്റുമതിയും ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ എല്ലാം നിർത്തിവെക്കാനുള്ള ഒരു ഓർഡർ. അത് വന്നപ്പോൾ വൈറ്റ് ഹൗസിന് ഒപ്പരാളായി. കാരണം അവർക്ക് നിലനിൽക്കാൻ ഒക്കില്ലെന്നാണ്. കൂടിപ്പോയി 2 ആഴ്ച അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ ഇയാളെ നേരെ വിളിച്ച് കാർണിയെ നേരിട്ട് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറയാനോ ഒരു ഡിസ്കഷൻ അയാളെ വിളിക്കാനോ ഇവർക്കാർക്കും ഭയമാണ് വൈറ്റ് ഹൗസിന് ഇപ്പോൾ. തീർച്ചയായിട്ടും ഇപ്പോൾ കാർണി ചെയ്തിരിക്കുന്ന ട്രംപിന്റെ കുത്തിന് കയറി ഒരു പിടുത്തം. അല്ല, അത് മാത്രമല്ല, ഇതിനിടയിൽ കാർണി വളരെ ബുദ്ധിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, പിന്നെ കൊറിയ, ഉത്തര കൊറിയ, സൗത്ത് കൊറിയ, ഇവരുമായിട്ടൊക്കെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുകയും അതിൽ ഇന്ത്യയുമായി ഒപ്പിട്ട കരാറിന് ഇന്ത്യക്ക് ആവശ്യമായ യുറേനിയം സപ്ലൈ ചെയ്യാൻ ഉള്ള ദീർഘകാല കരാർ 15-20 വർഷത്തേക്ക് ഉള്ള ദീർഘകാല കരാറിൽ ഒപ്പിട്ടു. ഇത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അങ്ങനെയാണ്. എല്ലാ ഹ്രസ്വകാല കരാറോ ഒന്നുമല്ല, ദീർഘകാല കരാറുകൾ ഒപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലൊക്കെ എത്തി ട്രംപ് രണ്ടാമതും ഭീഷണിയുമായിട്ട് വന്നപ്പോഴാണ് ഇയാൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ എതിർത്ത്. അപ്പോൾ ഇനി യുറേനിയം സപ്ലൈ അല്ലേ നിർത്തി. യുറേനിയം സപ്ലൈ ക്രൂഡ് ഓയിലിൻ്റെയും ഭാഗികമായി നിർത്തിവെച്ചു അവരുടെ റേറ്റിൻ്റെ തർക്കത്തിൽ. ഈ അമേരിക്കയ്ക്ക് വേണ്ട ക്രൂഡ് ഓയിലിൻ്റെ 70% കിട്ടുന്നത് കാനഡയിൽ നിന്നാണ്. അത് ശരി. കാരണം കാനഡ ഒരു ഓയിൽ റിച്ച് കൺട്രിയാണ്. ഓയിൽ, അവരുടെ മിനറൽസിന്റെ ഒക്കെ ഒരു വളരെ സമ്പന്നമായ ഒരു രാജ്യമാണ്. ഷെൽ ഓയിൽ എന്ന് പറയുന്ന അമേരിക്കയുടെ സോഴ്സ് അത് എവിടെ നിന്ന് വരുന്ന? അമേരിക്കയിൽ നിന്നാണോ കാനഡയിൽ നിന്നാണോ? എവിടെ നിന്നാണ്? ഷെൽ ഓയിൽ എന്നും പറഞ്ഞു. ഷെൽ ഓയിൽ എന്ന് പറയുന്നത് കാനഡയിൽ നിന്നാണ്. പക്ഷെ ഒറിജിൻ അമേരിക്ക പ്രോസസ്. നമ്മൾ കാനഡയിലെ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ഒരു എല്ലാത്തിൻ്റെയും റിസോഴ്സസ് ആണ് അവർക്കുള്ളത്. ആ റിസോഴ്സസ് എടുത്ത് ഇവർ അമേരിക്ക കൊടുക്കുന്നു. അമേരിക്ക ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് സമ്പന്നരാകുന്നു. അതാണ് അവിടെ നടന്നുകൊണ്ട് വന്നത്. പക്ഷെ ഇപ്പോൾ അതിനെല്ലാം മാറ്റിമറിച്ച് ഇയാളെല്ലാത്തിനും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. ഇതൊരിക്കലും ഇങ്ങനെ ഒരു പ്രതികരണം ഒരു കനേഡിയൻ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ന് മാത്രമല്ല, അങ്ങേരെ ഈ പറഞ്ഞ ഒരു അതിവിദഗ്ധനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ കാർണി. അപ്പൊ കാർണിക്ക് സമ്പത്ത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള അയാൾക്ക് നല്ലോണം അറിയാം. റിസോഴ്സസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അയാൾക്ക് നല്ല അറിയാം. അപ്പൊ അയാളുടെ ഈ പോളിസി എന്ന് പറയുന്നത് G7 രാഷ്ട്രങ്ങളിൽ അമേരിക്ക ഒഴിച്ചു ബാക്കി എല്ലാവരും അംഗീകരിച്ചു. അത് ശരി. അപ്പൊ ഈ അമേരിക്കയ്ക്കെതിരെ ഇയാൾ കൈക്കൊണ്ട നിലപാടുകളും അത് അവരും അനുകരിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി G7 ഇപ്പൊ അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആൾറെഡി നാറ്റോയിൽ ഒറ്റപ്പെട്ടു, G7 ഒറ്റപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ UN അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഒരു പ്രമേയം കൊണ്ടുവരായിരുന്നു എല്ലാവരും പിന്തുണയ്ക്കണമെന്ന്. ആരും സഹകരിച്ചില്ല. മാത്രമല്ല, UN അസിസ്റ്റന്റ് സെക്രട്ടറി, അങ്ങനത്തെ വൈസ് പ്രസിഡന്റ്, അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് ഇറാൻ വന്നു. ഇറാൻ ചെയ്തു. ചുരുക്കം പറഞ്ഞാല് എന്ന് മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയെ പേടിയില്ല എന്ന് മാത്രമല്ല ഒരു കോമാളിയായി, ഒരു പരിഹാസപാത്രമായി മാറിയിരിക്കുകയാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയെ പേടിയില്ലാത്ത രാജ്യങ്ങൾ ഇപ്പൊ നട്ടല്ല. ഇപ്പൊ പിണറായി വിജയൻ തോറ്റു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ആർക്കും പേടിയില്ല എന്ന് പറഞ്ഞത് ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇറാൻ ഉണ്ടായ ഒരു ഫലമെന്ന് പറയും. അല്ല, അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗോ എവേ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ നവംബറിൽ നടക്കുന്ന കോൺഗ്രഷണൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് 3-4 സീറ്റ് ഇതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെടും. മാത്രമല്ല, ചിലപ്പോ അതോടുകൂടി ട്രംപ് കാലാവധി തരും, സാധ്യതയുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഇദ്ദേഹത്തിന്. അതിപ്പോ അതിന്റെ മേലെ ഒന്നുകൂടി അമേരിക്ക സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ഒരു വല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ കൊഴാമറി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ഇസ്രായേലിന്റെ ഉപദേശം കേട്ട്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉപദേശം കേട്ടുകൊണ്ട് ഈ യുദ്ധത്തിന് പുറപ്പെടേണ്ട പലരും പറയുന്ന മറ്റൊരു കാര്യം, ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഇദ്ദേഹത്തിന്റെ റോള് അമേരിക്കക്കാരെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയ. അത് ഒരു കുറച്ചൊക്കെ അതിനകത്ത് സത്യം കാണും. പിന്നെ ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കൂസലുമില്ലാതെ ഇടപെടുന്ന ഒരാളാണ്. അയാളുടെ 2ാം ഭാര്യയുടെ മെലീനിയ എന്താ പേര്, വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ കോടിക്കണക്കിന് കാശ് കൊടുത്ത്
പണം കൊടുത്തിട്ടാണ് അവരെ ഒഴിവാക്കിയത്. പക്ഷെ അതിൽ പോലും തിരിമറികൾ കാണിക്കുകയും അവർ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് എന്താ പറയുക ഒരു നമ്മളെ ഇവിടുത്തെ പറഞ്ഞ ഒരു അന്തിപത്രത്തിന്റെ വിഷയങ്ങളാണ്. അത്ര മോശമായ സ്വഭാവമുള്ള ഒരാളാണ് സ്ത്രീ വിഷയത്തിലും എല്ലാം. അപ്പൊ അതിപ്പോ പുറത്തു വന്നാൽ സ്വാഭാവികമായി പുറത്തൊന്നും അയാൾക്കൊന്നുമില്ല. പക്ഷെ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പുറത്തു വന്നാൽ അയാൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പൊ ഇതൊക്കെ ചെയ്തത്. അതെ, ചെയ്തത് ഇപ്പൊ അതിനേക്കാൾ വലിയൊരു വെളുക്കാൻ തേച്ചത് വേണ്ടായതുപോലുള്ള ഒരു അമേരിക്കയുടെ മൊത്തം അഭിമാനത്തെ തന്നെ വ്രണപ്പെടുത്തിയിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല ഈ യുദ്ധം കൊണ്ട് അമേരിക്കയുടെ എല്ലാ തലത്തിലും സാമ്പത്തികമായിട്ടും ഈ ഒരു രാജ്യം എന്ന നിലയിലും എല്ലാം അവരുടെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാച്ചർ തന്നെ അവതാളത്തിലായി. അവർക്ക് ഇനി ഒന്നും നിവർന്ന് നിൽക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഇരുട്ടിലും കൂടെ ആയി തീരുന്നോടത്തടിയും കൂടെ കിട്ടുകയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം എന്തെങ്കിലും ഇതിനൊരു പരിഹാരം അവര് ആലോചിച്ച് കണ്ടെത്തും. പക്ഷെ വിട്ടുവീഴ്ചകൾ ചെയ്ത ഒരു പരിഹാരത്തിന് ഇനി കാരണി തയ്യാറാവില്ല, അത് ഉറപ്പാണ്. അയാൾക്ക് കാനഡ ഫസ്റ്റ് എന്നാണ് അയാളുടെ. പിന്നെ റിസോഴ്സ് സമ്പന്നമായ ഒരു രാജ്യമാണ്. അമേരിക്ക പോലെയൊന്നുമല്ല, വളരെ റിസോഴ്സ് സമ്പന്നമാണ്. ഒരുപാട് ജനങ്ങൾ വളരെ കുറവാണ്. വാസ്റ്റ് ഏരിയ. അമേരിക്കയിലെ ഒരു 20% ലാൻഡ് പോലും ഉപയോഗിക്കുന്നില്ല. കാരണം ബാക്കിയൊക്കെ ഇങ്ങനെ ഫോറസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അവർ വളരെ അതിനെ കരുതലോടെ പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ആൾ താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എത്രയും ഡെവലപ്പ് ചെയ്യാനുള്ള സ്ഥലവും സൗകര്യങ്ങളും അതിനുള്ള റിസോഴ്സസും ഒക്കെ ആ രാജ്യത്തുണ്ട്. അത് ഉപയോഗിക്കാൻ അവിടുത്തെ ഭരണകൂടങ്ങൾ ഒരിക്കലും തയ്യാറായിരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ കാർണി അത് ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ മാറ്റങ്ങൾ കാനഡയിൽ കാണുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ കാലമേറെ ചെല്ലുമ്പോൾ അങ്ങനെയാണെങ്കിൽ കാനഡ അമേരിക്കയും കടത്തി. അതെ 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 അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അമേരിക്ക കാനഡയേക്കാൾ സമ്പന്നവും ഇപ്പൊ തന്നെ അവരൊരു വികസിത രാജ്യമാണ് കാനഡ. അമേരിക്കയേക്കാൾ സമ്പന്നവും അമേരിക്കയേക്കാൾ ജനസമൃദ്ധവുമായ ഒരു രാജ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമുക്കുണ്ട്. അങ്ങനെ മാറട്ടെ. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തീർക്കട്ടെ. ജസ്റ്റിൻ ട്രൂഡോ നമ്മുടെ ട്രൂഡോ ഉഴുതു മറിച്ചിട്ട ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അതേ പാർട്ടിക്കാരനായിട്ടുള്ള കാർണി തീർച്ചയായിട്ടും. പക്ഷേ ജസ്റ്റിൻ ട്രൂഡോ തീർച്ചയായിട്ടും ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളെ അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ഇന്ത്യക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവിടുത്തെ ഒരു സിഖുകാരന്റെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ഒരു വ്യക്തമായ തെരുവില്ലാതെ പറയുകയൊക്കെ ചെയ്തു. അമേരിക്കയിലെ ഡയറക്ഷനാണ് ഗവൺമെന്റും അവിടുത്തെ മാധ്യമങ്ങളുമാണ്. പക്ഷെ അതിപ്പോ അയാൾക്ക് തന്നെ തിരിച്ചടിയായി. അയാൾ പോയപ്പോൾ ആ തെറ്റുകളെല്ലാം അവർ തിരുത്തുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ കാനഡയിൽ ഇപ്പൊ അമേരിക്കയുടെ പാവയല്ലാത്ത ഒരു ഗവൺമെന്റ് ആണുള്ളത്, ഉറപ്പാണ്.